സൺഡേ നമ്മൾ മോർണിംഗ് എണീറ്റ് ഒരു 10:30 കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി. ഞാൻ എഫി പിന്നെ ടിങ്കു അമ്മ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. എഫി ഇട്ടിട്ടുള്ളത് ഞാൻ ഇത്തവണ പോയപ്പോൾ അവൻ എടുത്തു കൊണ്ടുപോയിട്ടുള്ള ഡ്രസ്സാണ്. ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ പറയാം, കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നോക്കിയേ. ഓ ഹലോ 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 അപ്പയാണോ? ഹലോ ഹലോ അപ്പയാണോ? ഓക്കെ എഫി ഞാനും കൂടി പുറത്ത് പോവാണ്. ബൈ ബൈ പറഞ്ഞു എഫി. ബൈ ബൈ എഫി. ബൈ ബൈ. പള്ളിയിൽ പോവാ. പൊന്നു പൊന്നു അമ്മ ഇട്ടു. അമ്മ ഒന്നിട്ട് ജാക്കറ്റ് ഇടുന്നു ആദ്യം. എഫി ബൈ. വെയിറ്റ്. ഐ ലവ് യു എഫി. ഐ ലവ് യു. ഐ ലവ് യു. ക്യാമറ ഉണ്ടോ നിനക്ക് ഐ ലവ് യു പറയാൻ മടി എഫി? അങ്ങനെ നമ്മൾ ഫൈനലി പള്ളിയുടെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഒരു ഹാർഡ്ലി ഒരു 5 to 10 minutes ഡ്രൈവ് ഉണ്ടാവുള്ളൂ ഈ പള്ളിയുടെ അവിടത്തോട്ട്. അങ്ങനെ ഞാനും അമ്മയും ചേട്ടനും മേപ്പിയും ഒക്കെ കൂടിയിട്ട് പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. 10:30 കുർബാന ഉണ്ടായിരുന്നത്, ഇംഗ്ലീഷ് കുർബാനയായിരുന്നു. ഈ കാണുന്നതാണ് പള്ളി. നമ്മുടെ ചേട്ടൻ്റെ പപ്പയും അമ്മയും ചേട്ടൻ്റെ പിള്ളേരും കുറച്ച് പേര് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയകത്തോട്ട് കയറി. കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 8 മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ ദിവസമായിരുന്നു. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു ചേട്ടൻ. പുറത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ എത്തിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നു. നല്ല രസമാണ് കേട്ടോ, എൻ്റെ കൈ പിടിച്ച് നടത്താനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് കയറി. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലത്തെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെ അവിടുത്തെ ഒരു ഷോപ്പിലോട്ടാണ് നമ്മൾ പോയത്. അത് നമ്മൾ അമ്മയും ഞാനും ഒക്കെ കൂടിയിട്ട് എഫീനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയ മത്സരമാണ് കേട്ടോ. ഞാനും അമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ കൂടി ഫുഡ് കഴിക്കാനായിട്ട് കയറി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അമ്മേനെ കോക്ക് റീഫിൽ ആയിട്ട് അമ്മ കുറച്ച് നെർവസ് ആയിരുന്നു. എന്നാലും ഒരു രസം എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ നിർബന്ധിച്ച് വിട്ടതാണ്. പക്ഷെ അമ്മ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടൊക്കെ പോയി എടുത്തോട്ടെ. അമ്മ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഷോപ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ തന്നെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ കൂടെയൊക്കെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാനായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തിരുന്നു, സെർവ് ചെയ്തിരുന്നൊക്കെ. പക്ഷേ ഇത് ഞാൻ അമ്മേനെ പറഞ്ഞു വിട്ടു, മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണ്. എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ചിരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് ഇനി അവിടെ നിന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ടിങ്കു ഓരോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇത് അടിപൊളിയാണ്, അത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പോകുന്ന വഴിക്കുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, അടിപൊളിയാണ്. നമ്മൾ കാണാത്ത കാഴ്ചകൾ നമുക്ക് കാണുമ്പോൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് അല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ച പോർക്ക് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വൈകിട്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡിഷസാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, മോച്ചി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് ഐസ്ക്രീമിൻ്റെ പുറത്ത് എന്തൊരു സാധനം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബോക്സ് ഓൾറെഡി ഞാൻ തിന്നെടുത്തു. രണ്ടാമത്തെ ബോക്സിൽ ബാക്കി ഉണ്ടായിരുന്ന പകുതി ഇല്ല, അതൊന്നുമില്ല. പ്ലീസ് ഇത് തന്നെയാണല്ലോ അല്ലാതെ നിന്നിട്ടുള്ളത്. പ്ലീസ് ഇല്ല, എൻ്റെ അടുത്ത് കിട്ടില്ല മോളെ. അടുത്ത ആഴ്ച മേടിക്കാം. അങ്ങനെ നമ്മൾ പോർക്കൊക്കെ നന്നാക്കി ഐസ്ക്രീമൊക്കെ കഴിച്ച് റെഡിയായി. നമ്മൾ എന്നിട്ട് വൈകിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു വീഡിയോ ആയിട്ടിടാം. വെറുതെ ലോങ് വീഡിയോസ് ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കണമെങ്കിൽ താല്പര്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.